ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ ഇന്ന് 3 തവണ തടസ്സപ്പെട്ടു. 11 മണിക്ക് സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എത്തി. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കായി 12 മണിക്കും 1 മണിക്കും സഭ സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം ശക്തമായി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ധനസുമോദ് ചേരുകയാണ്. സുമോദ്, ഇരുസഭകളിലും വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ബീഹാർ മാത്രമാണോ വിഷയമായി വന്നത്? ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലേക്ക് ഇനി എപ്പോൾ കടക്കാൻ സാധിക്കും? ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് സർക്കാർ സമ്മതിച്ചത്. അതിൽ 12 മണി മുതൽ 16 മണിക്കൂറത്തേക്കാണ് ലോക്സഭയിൽ ചർച്ച നടത്തിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ സംസാരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് കൃത്യമായി ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ചർച്ച എപ്പോൾ ചെയ്യാനാകും എന്നുള്ളൊരു കാര്യം പറയണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അഡ്രസ് ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി പറയാനോ കേന്ദ്രം തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം തന്നെ സുപ്രീം കോടതിയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഹർജിയുമായി പോയിരിക്കുകയാണ്. ആ ഹർജി KC വേണുഗോപാൽ അടക്കമുള്ളവർ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ പരിഗണനയിലേക്കുണ്ട്. പാർലമെന്റ് വളരെ അടിയന്തരമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടത്. ഇതിനു മുമ്പ് പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് ഇവർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു മറുപടി ഇല്ലാതെ സഭ നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു നിലപാട് MP-മാർ സ്വീകരിച്ചിരുന്നത്. വോട്ടർ പട്ടിക ബീഹാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മാത്രമല്ല, ലക്ഷക്കണക്കിന് വോട്ടർമാരെ നീക്കം ചെയ്ത രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും ഈ പരിശോധനയിൽ കണ്ടെത്താൻ പോകുന്നത്. കാര്യം അതിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യം കൃത്യമായി ഒരു മറുപടി പറയണം എന്ന് തന്നെയായിരുന്നു ആവശ്യം. ഇതിന് സർക്കാർ വഴങ്ങാതിരുന്നതിനെ തുടർന്നാണ് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ബഹളത്തിലേക്ക് പോവുകയും സിന്ദൂർ ചർച്ച നടക്കാതിരിക്കുകയും ചെയ്തത്. ബീഹാർ